ഞാനിപ്പം നിൽക്കുന്നത് ആലുവ കാലടി ചൊവ്വരയിലുള്ള നമ്മുടെ മാളികപ്പുറത്തിൽ അഭിനയിച്ച ദേവനന്ദയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മുടെ ദേവനന്ദയുടെ വീട് നമുക്ക് കാണണ്ടേ. ഇവിടെ ദേവനന്ദയുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ ഒരു കുരിശുണ്ട്. ഈ വീടിൻ്റെ അവിടെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, മാളികപ്പുറം എന്നാണ് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചില്ല. ഇതാണ് നമ്മുടെ ദേവനന്ദയുടെ വീടെന്ന് പറയുന്നത്. ഇതാ മാളികപ്പുറം ജിബിൻ ആൻഡ് പ്രീത, ചുവര സൗത്തങ്ങാടി. ഇതാണ് കേട്ടോ നമ്മുടെ മാളികപ്പുറം ദേവനന്ദയുടെ വീട്. അപ്പം നമ്മുടെ ദേവനന്ദയുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ഈ ഒരു പുഴയിലേക്ക് ഇറങ്ങുന്ന വഴിയുണ്ട്. പക്ഷെ ഇവിടെ മീൻ പിടിക്കണ 4 വഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, 4 വഞ്ചി എടുക്കുന്നുണ്ട്. ഇത് പെരിയാറാണ്. അപ്പം പക്ഷെ ഇവിടെ ഇറങ്ങാൻ പറ്റൂല. ഇവിടെ ഈ ഒരു ചെളിയാണ്, ഫുള്ള് ഇവിടെ ചെളിയാണ്. അപ്പം ഇറങ്ങാൻ പറ്റൂല. ഫൈബറിൻ്റെ വഞ്ചിയുണ്ട്, അല്ലാതെ മരത്തിൻ്റെ ഫൈബറിൻ്റെ 2 വഞ്ചിയുണ്ട്. ഇതവിടെ മരത്തിൻ്റെ 2 വഞ്ചിയുണ്ട്. അപ്പോൾ ഈ കാണുന്നത് അവർക്കുടെ വീടിൻ്റെ ബാക്കാണ്. കാണിച്ചു തരാം. നമ്മുടെ ദേവനന്ദയുടെ മാളികപ്പുറത്തിൽ അഭിനയിച്ച ദേവനന്ദയുടെ വീടിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആംബിയറിലാണ് കേട്ടോ. ഈ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ പെരിയാറാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടോ, പ്രകൃതി രമണീയമായിട്ടുള്ള ചുവര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുട്ടിയുടെ വീടുള്ളത്. അടിപൊളി ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ വന്ന് കാറ്റുകൊണ്ടിരിക്കാൻ പറ്റിയൊരു ആംബിയറാണ് കേട്ടോ. ഇവിടെ ചക്ക, മാങ്ങ ഒക്കെ നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മരങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കൂടുതലും പ്ലാവാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ നേരെ കയറി പോകുമ്പോൾ കണ്ടോ, ഇഷ്ടം പോലെ ചക്കയുള്ളൊരു മരമുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മാളികപ്പുറത്തിലെ ദേവനന്ദയുടെ വീടെന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ട്. നമ്മൾ അകത്തേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഇവിടെ നിന്നിട്ട് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും